ചിത്രകലയുടെ സൗന്ദര്യാകർഷണം പുത്തൻ ഫാഷൻ തരംഗമാക്കി മാറ്റാൻ കഴിഞ്ഞതോടെ ഗീതാ നായർ എന്ന കലാകാരി പ്രസക്തിയാകുന്നു. ചങ്ങനാശ്ശേരിയിൽ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് തൊട്ടടുത്ത റൂമിൽ വിസിറ്റിങ്ങിന് വേണ്ടി വന്ന ഒരു മാഷെ കാണുകയും അവിടെ വെച്ച് ചുമർ ചിത്രകലയെപ്പറ്റി പരസ്പരം സംസാരിക്കുകയും അപ്പോൾ എൻ്റെ വലതുവശത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടും എനിക്ക് വലതു കൈക്ക് യാതൊരു അസ്വസ്ഥതകളും ഇല്ലാതിരുന്നത് കൊണ്ടും അവിടെ വെച്ച് തന്നെ മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാൻ ഞാൻ തുടങ്ങുകയാണ് ശരിക്കും ഉണ്ടായത്. അതിനുശേഷം തിരുവനന്തപുരത്ത് ഭദ്രപീഠം എന്നുള്ള പേരിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായി ആ സ്ഥാപനം ഓപ്പണായിട്ട്. ആദ്യം അവിടെ ഈ ചുമർ ചിത്രങ്ങളായിരുന്നു വരച്ചിരുന്നത്. ക്രമേണ ഞാനത് വസ്ത്രങ്ങളിലും കൂടെ വരയ്ക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ വസ്ത്രങ്ങളിൽ മ്യൂറൽ ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ 11 വർഷത്തിന് മുന്നാണ് ഞാൻ ആദ്യമായിട്ട് ചുമർ ചിത്രം പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. അത് കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ 5 വർഷം മുന്നേ ഞാൻ വീട്ടിലിരുന്ന് കുറേശ്ശെ ചെയ്യുമായിരുന്നു ചെയ്തിരുന്നത്. 5 വർഷമായിട്ട് ഈ സ്ഥാപനം മുന്നോട്ട് നടത്തിക്കൊണ്ട് പോവുകയാണ്. അവിടെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സ്ഥാപനമാണത്. വീട്ടമ്മമാർക്ക് നല്ല ഒരു സമയം പോകാനുള്ള ഒരു ഇതും അതിലേറെ നല്ല ഒരു വരുമാന മാർഗവുമാണിത്. 2 ദൗത്യങ്ങളാണ് ഗീതാ നായർ പ്രവൃത്തിയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഒന്ന്, പാടെ നിന്നുപോയി എന്ന് കരുതിയ ഒരു കലാശാഖയ്ക്ക് പുതുജീവനേകിയ പല ശ്രമങ്ങൾക്കും ആക്കം കൂട്ടാൻ ഈ പുത്തൻ പരീക്ഷണത്തിനായി. ചുമർ ചിത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ക്ഷേത്രകലയാണ്. ഈ പഞ്ചഭൂതങ്ങളെയും ത്രിഗുണങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ആണ് നമ്മൾ ചുമർ ചിത്രം ചെയ്യുന്നത്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെന്ന് ആണ് ഈ 5 നിറങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ഈ 5 നിറങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ എത്രത്തോളം സന്തോഷിപ്പിക്കാമോ അത്രത്തോളം നമുക്ക് അതിനകത്ത് അതിൻ്റെ നിറത്തിൻ്റെ ഒരു ലയനമായിരുന്നാലും ആഭരണങ്ങളുടെ ഒരു കൂടുതൽ ആഭരണങ്ങൾ കൊടുത്തുകൊണ്ടായിരുന്നാലും കളർഫുള്ളായിട്ടത് ചെയ്ത് ഒരാൾക്ക് എത്രത്തോളം സന്തോഷം എത്രത്തോളം സീമാതീതമായിട്ട് പോകാമോ അത്രത്തോളം പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 5 നിറങ്ങൾ കൊണ്ട് ചെയ്യുന്നത്, ചുമർ ചിത്രം ചെയ്യുന്നത്. ഇത്തരമൊരു കലാരൂപം കേരളത്തിൽ വളരെ അനുഷ്ഠാന സ്വഭാവങ്ങളോടെ കൈമാറി വന്നിരുന്ന ഒന്നായിരുന്നു. പരമ്പരാഗത കല എന്ന് പറയാവുന്ന തരത്തിലൊന്ന്. എന്നാൽ ഗീതാ നായർ ആ സങ്കല്പങ്ങളെ പാടെ തച്ചുടച്ചു എന്ന് പറയുന്നതാണ് രണ്ടാമത്തേത്. അല്ലെങ്കിൽ ദേവി എന്ന നിയമബിരുദധാരിയും ബിന്ദു എന്ന വീട്ടമ്മയും നടന്നു വരേണ്ട വഴിയായിരുന്നില്ല ഇത്. മ്യൂറൽ പെയിന്റിങ്ങിന് വന്നതിന് ശേഷമാണ് ആൻറ്റിയാണ് അതിൻ്റെ ചിട്ടകളെല്ലാം പറഞ്ഞു തന്ന് നമ്മളെ പഠിപ്പിച്ചത്. അല്ലാതെ എനിക്ക് പെയിന്റ് ചെയ്യാനുള്ള വലിയ കഴിവൊന്നുമില്ലായിരുന്നു. സ്കെച്ച് വരയ്ക്കാനുള്ള കഴിവും എനിക്കില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത് ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത് പഠിക്കുകയും ചെയ്യുകയും ചെയ്യാം. ആത്മാർത്ഥം നമ്മുടെ ഫുൾ 100% കൊടുക്കുക. ഇപ്പം ഞാൻ തന്നെ പഠിക്കാൻ തുടങ്ങിയത് ഫുൾ ടൈം അതിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തു. ആ ഒരു 10 ദിവസം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇത് പഠിച്ചത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് പഠിച്ചത് കൊണ്ട് 10 ദിവസത്തിലെ ഫുൾ ടൈം വർക്ക്, വീട്ടിൽ പോയിട്ട് ഹോംവർക്ക് തന്നേക്കും, അതും കൂടെ ചെയ്തും രാവിലെയും രാത്രിയും ഇരുന്ന് ഞാൻ പഠിച്ചത് കൊണ്ടാണ് ഇത് പറ്റിയത്. അല്ലെങ്കിൽ 3 മാസം ടൈം എടുത്താണ്. ഇപ്പോൾ 2 മണിക്കൂർ വെച്ചൊക്കെ ഒരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഒരു ദിവസം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു 3 മാസം ടൈം എടുത്താണ് ഇത് പഠിക്കുന്നത്. സാരി, സെറ്റുമുണ്ട്, ഷർട്ട്, ദാവണി തുടങ്ങി പരമ്പരാഗത കേരളീയ വസ്ത്രങ്ങളിലാണ് ഇത്തരം ചിത്രങ്ങൾ കൂടുതൽ ഇണങ്ങുന്നത്. ചുരിദാർ പോലുള്ള വടക്കേ ഇന്ത്യൻ വസ്ത്രങ്ങൾക്കും ഇണങ്ങുന്ന തരത്തിലുള്ള ഡിസൈനുകളുണ്ട്. വ്യക്തികൾ കൊണ്ടുവരുന്ന അതായത് ഇൻഡിവിജ്വൽ ഓർഡർ മാത്രമേ ചെയ്യാറുള്ളൂ. ഒരിക്കലും ഞങ്ങളൊരു ഷോപ്പിലേക്കോ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആൾക്കാർ വന്ന് സമീപിക്കുമ്പോൾ ബൾക്കായിട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കില്ല. പിന്നെ അസോസിയേഷന്, ഓണം ഇങ്ങനെയൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ ഇപ്പോൾ തിരുവാതിര ചെയ്യുകയാണെന്ന് നിൽക്കട്ടെ, ഒരു 8 പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 8 പേരും ഒരേ ഡിസൈൻ വരച്ച് കൊടുത്ത് നിന്ന് തിരുവാതിര ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗിയൊന്ന് വേറെയാണ്. ഇത് ചെയ്യുന്നത് കേരള സാരിയിൽ തന്നെയാണ്. ബിക്കോസ് ഈ ഫാബ്രിക് പെയിന്റ് വെക്കുമ്പോൾ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി. ബിക്കോസ് ഇതിനകത്ത് ഫാബ്രിക് പെയിന്റ് വെക്കുക മാത്രമല്ല ചെയ്യുന്നത്, വെള്ളം വെച്ച് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളം വെച്ച് ഷെയ്ഡ് ചെയ്യുമ്പോൾ ബാക്കി തുണികളാണെങ്കിൽ അത് സ്പ്രെഡ് ആവും. അപ്പോൾ കേരള സാരിയിലാണ് മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത്. പക്ഷേ സിൽക്കിലുമൊക്കെ ചെയ്യാം, പക്ഷേ ഇരട്ടിപ്പണിയാണ്. ഇപ്പോൾ സിൽക്കിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഈ ഫിഗർ വരച്ച് കഴിഞ്ഞിട്ട് വെള്ള വെക്കണം. അപ്പോൾ ഫുൾ വെള്ള വെച്ച് പെയിന്റ് ചെയ്യണം. അതിൻ്റെ മുകളിൽ പിന്നെ യെല്ലോ വെക്കണം. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഷെയ്ഡിങ് ചെയ്യുന്നത്. ഹിന്ദു പുരാണ കഥാപാത്രങ്ങളും ദൈവരൂപങ്ങളുമൊക്കെയാണ് സാധാരണ ചുവർ ചിത്രകലയ്ക്ക് പാത്രമായിരുന്നത്. ഇത് ഒരു ക്ഷേത്രകലയായിരുന്നതുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടായത്. എന്നാൽ പുതിയ രീതിയിൽ പ്രകൃതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഡിസൈനുകൾ പ്രയോഗിക്കപ്പെടുന്നു. മാത്രമല്ല കഥാപാത്ര രൂപങ്ങളിൽ ദൈവങ്ങൾ മാത്രമല്ല ഇപ്പോഴുള്ളത്. മ്യൂറൽ ചിത്രകല പഠിപ്പിക്കുന്ന ഭദ്രാപീഠത്തിലെ കലാകാരന്മാരും കലാകാരികളും ചേർന്നൊരുക്കിയ ഒരു മ്യൂറൽ ചിത്ര പ്രദർശനം തിരുവനന്തപുരത്ത് നടന്നു. ആഞ്ജനേയന്റെ ജനനം മുതലുള്ള ചരിത്ര വിവരണമാണ് ഇതിലൂടെ ഭദ്രാപീഠം നടത്തിയിരിക്കുന്നത്. ഗീതാ നായരും ദേവിയും ബിന്ദുവുമൊക്കെ അവരുടെ വഴികൾ വ്യക്തമാക്കുകയാണ്. തൊഴിൽ എന്നതിനുമപ്പുറം ഒരു ദൗത്യ നിർവഹണത്തിന്റെ സംതൃപ്തി കൂടി
അവർക്ക് അവകാശമാവുന്നു.